ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മീനാക്ഷിയെ മന്ത്രി ആദരിക്കുകയാണ് കേട്ടോ. ആ സമയത്ത് വീട്ടിലുള്ളവർക്കും അതിൻ്റെ ഒരു പ്രശംസ വേണമല്ലോ എന്നും പറഞ്ഞ് വീട്ടിൽ നിന്ന് ആരും വന്നിട്ടില്ലേ, അവർക്ക് തന്നെയാണ് ആദ്യത്തെ കയ്യടി കൊടുക്കേണ്ടതെന്ന് എന്ന് പറയുക. അപ്പം നോക്കുമ്പോൾ കൂടെ വന്ന ഭർത്താവിനെ കാണില്ല. ആകാശത്ത് എന്ത് ചെയ്യും നോക്കുക കേട്ടോ. എന്തായാലും കുത്തി നോവിക്കാൻ ഒരു അവസരം കിട്ടിയല്ലോ സഹപ്രവർത്തകയായവർക്ക്. ആ രാജിയുടെ ഭർത്താവാണല്ലോ നമ്മുടെ ആകാശിനെ ഓടിച്ചത്. അങ്ങനെ അവർ എണീറ്റൊന്നും പറയുക, ഓ നല്ലൊരു കാര്യം ഭാര്യയ്ക്ക് വന്നപ്പോൾ വീട്ടുകാരും ഇല്ല ഭർത്താവും ഇല്ല, ഒരു ഭർത്താവ് എന്ന് പറഞ്ഞ ഒരാൾ കൂടെ വന്നിരുന്നു, ഇപ്പം അതേ കാണാനും ഇല്ല, അത് ശരിയല്ലല്ലോ. അപ്പോൾ വീണ മേഡം എണീറ്റ് വന്ന് പറയാട്ടോ, അത് ശരിയാണല്ലോ എന്തായാലും മീനാക്ഷി കൂടെ വന്നതല്ലേ ആകാശ്, എന്തിയേ പോട്ടെ, ഇനിയിപ്പോൾ സാരമില്ല, അവരെയൊന്നും വിളിച്ച് കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല, അതിൻ്റെ പ്രധാനപ്പെട്ട ആളിവിടെ തന്നെയല്ലേ ഇരിക്കുന്നത്, നമുക്ക് മീനാക്ഷിക്ക് പൊന്നാടെ അണിയിക്കാം, അതുപോലെ തന്നെ ആ ഒരു ഉപകാരവും കൊടുക്കാമെന്ന് പറഞ്ഞ് മീനാക്ഷിക്ക് അങ്ങനെ കൊടുക്കുക കേട്ടോ. മനസ്സോടെ മുഖമൊക്കെ വാടി നിൽക്കുകയാണ് ആകാശിനെ കാണാത്ത കാരണം. ഈ സമയം ആകാശ് നേരെ വീട്ടിലേക്ക് വരികയാണ് കേട്ടോ. അപ്പോൾ തന്നെ ഉടനെ ഇത്ര നേരത്തെ എല്ലാം കഴിഞ്ഞോ എന്നൊക്കെ ഗോമതി ചോദിക്കുകയാണ്. ആകാശിൻ്റെ മുഖമാണെങ്കിൽ ഒരുമാതിരി ദേഷ്യമോ സങ്കടമോ ഒക്കെ വന്നിങ്ങനെ നിൽക്കുക കേട്ടോ. അപ്പോൾ പറയുന്നുണ്ട്, എന്ത് കഴിഞ്ഞു എന്നാമോ ചോദിക്കണേ, അല്ല മീനാക്ഷി എന്ത് അതൊക്കെ മന്ത്രി വന്ന ചടങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞോ എന്നൊക്കെ കുശലം ചോദിക്കുക കേട്ടോ. ഇതിനിടെ കൂടെ ആകാശ് പറയുന്നുണ്ട്, എന്താ അമ്മേ നമുക്ക് എന്താ അവിടെ സ്ഥാനം, അതൊക്കെ പഠിപ്പും വിവരവും അതുപോരാഞ്ഞിട്ട് ഗവൺമെൻറ് ഉദ്യോഗസ്ഥരും ഒക്കെ ഉള്ളൊരു സ്ഥാപനമല്ലേ, അതിനിടയ്ക്ക് എന്നെപ്പോലുള്ളവർക്ക് അവിടെ എന്താ സ്ഥാനം, എന്താണ് നീ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മേ, കടയിലെ പലചരക്ക് പലവ്യഞ്ജനങ്ങൾ അരി സാധനങ്ങൾ ഒക്കെ അതൊരു ദിവസം ഇല്ലെങ്കിൽ എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്. പക്ഷേ അത് വിൽക്കുന്നവനെ അതിന് വേണ്ടിയിട്ട് എല്ലാവരും അന്വേഷിച്ച് നടക്കുകയും ചെയ്യും, അത് കിട്ടിയില്ലെങ്കിലും എല്ലാവർക്കും ബുദ്ധിമുട്ടാണ്, പക്ഷെ അത് വിൽക്കുന്നവന് ഒരു വിലയുമില്ല ഇന്നത്തെ കാലത്ത് എന്നൊക്കെ ഇങ്ങനെ പറയാനുണ്ട് കേട്ടോ. നീ എന്തൊക്കെയാടാ പറയണത്, ഒന്നുമില്ലമ്മേ എന്ന് പറഞ്ഞ് സങ്കടപ്പെട്ട് അകത്ത് കയറി പോവാട്ടോ. പക്ഷേ മീനാക്ഷിക്ക് കാര്യമൊന്നും പിടിയിട്ടിരുന്നില്ല. അപ്പോൾ മീനാക്ഷി ആണെങ്കിൽ അങ്ങനെ മീനാക്ഷിക്കല്ല ഗോമതിക്കും അങ്ങനെ ഗോമതി അവിടെ ഇരിക്കുന്ന സമയത്ത് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും മീനാക്ഷി ജോലിയും കഴിഞ്ഞ് വരിക കേട്ടോ. ജോലിയും കഴിഞ്ഞ് വന്നോണ്ട് എന്താ മോളെ ലേറ്റായോ അമ്മേ, ഞാൻ എന്നും ഓഫീസ് കഴിഞ്ഞ് വരുന്ന സമയത്ത് തന്നെയല്ലേ എന്ന് ചോദിക്കുക കേട്ടോ. അല്ലെങ്കിൽ തന്നെ ലേറ്റായാലെന്താ, ഇനി മന്ത്രി വന്നാലെന്താ, കാര്യങ്ങൾ നടന്നാലെന്താ എന്നൊക്കെ ഇങ്ങനെ മീനാക്ഷി നിരാശയോടെ പറയുക. എന്തിനാ മോളെ നീ ഇങ്ങനെയൊക്കെ പറയണേന്ന് പറയുമ്പോൾ കയ്യിരിക്കുന്ന ബാഗും ആ കിട്ടിയ പുരസ്കാരവും കൂടെ ടേബിളിലേക്ക് വലിച്ചൊരു ഏറ് കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് കാണുമ്പോൾ ഗോമതിക്ക് സങ്കടമാവുന്നുണ്ട്. മോളെ നീ ഇത് ചെയ്തത് ശരിയായില്ല, നിൻ്റെ കഷ്ടപ്പാടിനുള്ള ഫലം മാത്രമല്ല നമ്മുടെ ഈ വീട്ടിൽ എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു അംഗീകാരമാണ് നിനക്ക് കിട്ടിയത്, നീ ഇങ്ങനെ വലിച്ചു കളഞ്ഞത് ശരിയാണോ. അപ്പം മീനാക്ഷി അവിടെ നിന്ന് എണീറ്റിട്ട് പറയാം, അമ്മ പറഞ്ഞത് വളരെ ശരിയാണ്, എനിക്ക് മാത്രം കിട്ടിയതല്ല ഈ വീട്ടിലെ എല്ലാവർക്കും ചേർത്ത് കിട്ടിയ ഒരു അംഗീകാരം തന്നെയാണ്, അത് വലിച്ചെറിയുന്നത് ശരിയായില്ലെന്ന് എനിക്കും അറിയാം. പക്ഷേ ഈ വീട്ടിലെ അച്ഛൻ ഇഷ്ടപ്പെടാതെ എന്തെങ്കിലും ഒരു സാധനം അമ്മ ഉണ്ടാക്കാറുണ്ടോ, അല്ലെങ്കിൽ ആ മക്ക കൊണ്ട് ഇഷ്ടമില്ലാത്തൊരു സാധനം ഉണ്ടാക്കാറുണ്ടോ, അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്. അപ്പോൾ ഗോമതി പറയാം, അത് ശരിയാ, എൻ്റെ ഭർത്താവിനും മക്കൾക്കും വേണ്ടി പിന്നെ ഞാനായിട്ട് എന്തിനാണ് ഉണ്ടാക്കുന്നത്, അവർക്ക് വേണമെങ്കിൽ ഉണ്ടാക്കിയ പോരെ, അത് തന്നെയാണ് ഇതിൻ്റെയൊക്കെ ആൻസർ, എനിക്ക് അവർക്കൊന്നും വേണ്ടെങ്കിൽ പിന്നെ എനിക്കെന്തിനാ എന്ന് പറയാം. എന്താ മോളെ നീ ഇങ്ങനെയൊക്കെ പറയുന്നത്, എനിക്ക് ആരുമില്ല അമ്മേ, ഞാൻ എല്ലാം വിട്ടിട്ട് ആകാശിനോട് ഇറങ്ങി വന്നതാണ്, എന്നിട്ട് അവൻ എന്നോട് ചെയ്തത് എന്താ, എല്ലാവരുടെ മുമ്പിൽ ഞാൻ തല കുനിച്ച് നിൽക്കേണ്ടി വന്നു, അവിടെ എന്താ പറ്റി, എന്ത് പറയണം, അവർക്കൊക്കെ എന്ന് വെച്ചാൽ കട സാധനങ്ങൾ പോഞ്ഞു കൊടുക്കുക ഇത് മാത്രമേ ഉള്ളൂ. ഒരു നേരം അത്രയും വേഗം ഇറങ്ങി ഓടിക്കളഞ്ഞു അവൻ പെട്ടെന്ന് തന്നെ. ആ ഒരു ചടങ്ങിൽ ആകാശം അവിടെ ഇല്ലായിരുന്നു. എന്തെങ്കിലും അത്രയെങ്കിലും സമയം സാധനം പോഞ്ഞു കിട്ടിയാൽ അത്രയും കാശ് കിട്ടുമല്ലോ, അത് പെട്ടിക്കകത്ത് വീഴുമല്ലോ, ആ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ എന്നിങ്ങനെ പറയുമ്പോൾ മോളെ നീ എന്തൊക്കെയായി പറയണേ, അതിന് ആകാശ് കടയിൽ പോയില്ലല്ലോ, ആകാശത്തെ ഉച്ചയ്ക്ക് വന്നതാ. ഉച്ചയ്ക്ക് വന്നെന്നോ? അതെ, അവൻ ഉച്ചയ്ക്ക് ഇവിടെ വന്നു, ഞാൻ ചോദിക്കുകയും ചെയ്തു കാര്യങ്ങളൊക്കെ, അവൻ എന്തൊക്കെയോ പറഞ്ഞു, ഞാൻ കരുതിയെന്ന് വെച്ചാൽ ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് അവൻ വന്നേന്ന്. അത് ശരി, അപ്പം ഞാൻ അവനോട് ചോദിക്കട്ടെ, അവൻ അങ്ങനെ ചതിച്ചല്ലേ നിന്നെ, അത് ശരി എന്നും പറഞ്ഞുകൊണ്ട് ഗോമതി നേരെ അകത്ത് വന്ന് ആകാശം രണ്ട് വഴക്ക് കൊടുക്കുന്നുണ്ട്. നീ സത്യാവസ്ഥ എന്താടാ നീ എന്നോട് പറയാത്തത്, നിനക്ക് അവിടെ പോകാൻ വയ്യ, ചടങ്ങിൽ പങ്കെടുക്കാൻ വയ്യെങ്കിൽ നീ എന്നോട് പറയാൻ എന്താ, ഞാൻ അവളുടെ കൂടെ പോകുമായിരുന്നല്ലടാ, നിന്നെ വിശ്വസിച്ച് ഇറങ്ങി വന്നവളല്ലേ അവൾ ഈ വീട്ടിൽ നിൻ്റെ ഭാര്യയായിട്ട്, അപ്പോൾ എല്ലാ കാര്യത്തിനും സപ്പോർട്ട് കൊടുക്കേണ്ട നീ തന്നെ അവളെ ആ സ്ഥാനത്ത് ഒറ്റപ്പെടുത്തി കളഞ്ഞല്ലോ എന്നൊക്കെ പറയുമ്പോൾ ഉടനെ ആകാശവൻ അമ്മ വിചാരിക്കുന്ന പോലെ അല്ല അമ്മേ കാര്യങ്ങൾ, എനിക്കവിടെ എന്താ സ്ഥാനം അവരുടെ ഇടയിൽ, ഞാനൊക്കെ വെറും ചെറുതാ, നീ എന്തിനാടാ അങ്ങനെയൊക്കെ ചിന്തിക്കണേ. അപ്പോൾ മീനാക്ഷി ഇതെല്ലാം പുറത്തുനിന്ന് കേൾക്കാട്ടോ. അപ്പോൾ തന്നെ ഉടനെ ആകാശ് പറഞ്ഞിട്ടമ്മേ ഇങ്ങനൊരു സംഭവം ഇന്ന് അവിടെ ഉണ്ടായി, അങ്ങനെ അവിടെ നടന്ന് ഗണേശ് ചെയ്ത കാര്യങ്ങളെല്ലാം പറയുക കേട്ടോ, നാണം കെട്ടവനെന്നും ഭാര്യയുടെ പിന്നാലെ നടന്ന് ഗവൺമെൻറ് ഉദ്യോഗസ്ഥയായ അവളെ വളച്ചെടുത്തതാണെന്നും പണി ചെയ്യാതെ ജീവിക്കാനാണ് കഴിവ് കെട്ടവനാണെന്നും പറഞ്ഞ കാര്യങ്ങളെല്ലാം പറഞ്ഞ് സങ്കടപ്പെടുക കേട്ടോ. അപ്പോൾ ഇതായിരുന്നു കാര്യം. പക്ഷേ വല്ലവരും പറയണ കേട്ടോ, അവളെ നീ ഒറ്റപ്പെടുത്തുന്നത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ഗോമതി. പക്ഷേ ആ ഒരു സങ്കടത്തിൽ അങ്ങനെ നിൽക്കുമ്പോൾ ഇതും കേട്ടിട്ടാണ് എന്നിട്ട് ആകാശ് പറഞ്ഞു, അമ്മ ഇതൊന്നും അവളോട് ഇനി പറയാൻ പോകണ്ട, അതങ്ങനെ നിന്നോട്ടെ, എനിക്ക് താല്പര്യമില്ല, അതുകൊണ്ട് ഞാൻ അവിടെ നിന്നില്ല എന്ന് മാത്രം അവൾ വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മീനാക്ഷി ഇതെല്ലാം കേട്ടിട്ട് അകത്തേക്ക് വന്ന് ചോദിക്കുക, അമ്മേ എന്താ കാര്യം ആകാശം അവിടെ വരാത്തത്, അമ്മ ചോദിച്ചോ.
ആ ചോദിച്ചു. അമ്മ ഒന്നും പറയേണ്ട ആവശ്യമില്ല, ഞാൻ പറഞ്ഞോളാം. എനിക്ക് നിൽക്കാൻ താല്പര്യമില്ല, അതുകൊണ്ട് ഞാനിങ്ങനെ തിരിച്ചു പോകുന്നു എന്ന് പറയാം. അതാണല്ലേ കാര്യം അല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പലതവണ ഞാൻ ആകാശിനോട് പറഞ്ഞിട്ടുണ്ട്. പലരും പലതും പറയും, പക്ഷെ ഞാൻ അങ്ങനെയല്ല ആകാശിനെ കാണുന്നത്. ആകാശിനെ ഞാനൊരു ജീവനായിട്ടാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ ആകാശിൻ്റെ കൂടെ ഇറങ്ങി വന്നതും. അതൊക്കെ അറിയാമല്ലോ. എന്നിട്ട് ആൾക്കാർ എന്തെങ്കിലും പറയട്ടെ, നമ്മളെ തരം താഴ്ത്തി കിട്ടാൻ പലരും പലതും പറയും. അതിനൊക്കെ പോയി ചെവി കൊടുത്തിട്ട് ഇങ്ങനെ വാശി കാണിക്കുകയാണോ വേണ്ടത്? ഇനി മേലിൽ ഇത് ആവർത്തിച്ചാലുണ്ടല്ലോ എന്നും പറഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും അവർ കളിയിൽ തന്നെ അടികൂടുക കേട്ടോ. ഇതിനിടയ്ക്കും നടുക്ക് നിൽക്കുന്ന ഗോമതിയെ പിടിച്ച് വട്ടം ചുറ്റിയാണ് അവരുടെ അടികൂടൽ. അവസാനം ഗോമതി പറയാം, മതി മതി മതി, നിർത്ത്. ഇനി നിങ്ങൾ രണ്ടുപേരും സമാധാനപ്പെട്ടല്ലോ, എനിക്കത് മാത്രം മതി. ഇനി ഇതുപോലെ ആവശ്യമില്ലാത്ത കാര്യത്തിനും പിണങ്ങരുത് കേട്ടോ എന്നൊക്കെ പറയാണ്. പിറ്റേ ദിവസം രാവിലെ ആകുമ്പം പെണ്ണ് കാണാൻ ചടങ്ങിന് വേണ്ടി പോകാൻ എല്ലാവരും പോവും. നല്ല സാരിയൊക്കെ ഉടുത്ത് ഇങ്ങനെ റെഡിയായി നിൽക്കുക കേട്ടോ. അപ്പോൾ തന്നെ ഇറങ്ങി വരുന്ന ഉടനെ തന്നെ ബാലൻ പറയുന്നുണ്ട്, എല്ലാവരും ഇറങ്ങി വന്നോ, നമുക്ക് സമയമാവുന്നുണ്ട്, പോയാലോ. അപ്പോൾ തന്നെ ഗോമതി പറയാ, ബാലേട്ടാ നല്ലൊരു ചടങ്ങിന് പോകുമ്പോൾ നമുക്ക് ആര്യനെ കൂടെ ഒന്ന് വിളിക്കണ്ടേ? ഓ തുടങ്ങിയല്ലോ, നീ ഒരു കാര്യം ചെയ്യ്, നിങ്ങളെല്ലാവരും പോയി വിളിച്ചിട്ട് അവൻ വന്നോ? ഇല്ലല്ലോ, അവൻ്റെ സ്വന്തം കൂടപ്പിറപ്പിൻ്റെ ഒരു ആവശ്യം അവൻ അറിഞ്ഞു വരേണ്ടതാണ്. എന്നാലും അങ്ങനെയല്ലല്ലോ ബാലേട്ട. ശരി, അറിഞ്ഞു വന്നില്ല, നിങ്ങളെല്ലാവരും പോയി വിളിച്ചില്ലേ, എന്നിട്ടും അവൻ വന്നില്ലല്ലോ. ഇനി ഞാൻ തന്നെ അവനെ പോയി വിളിച്ചെടുത്തിട്ട് വരണമെന്ന് വിചാരിച്ച അവൻ എന്താ രാജകൊട്ടാരത്തിലെ ആളാണോ? അങ്ങനെയെങ്കിൽ അവൻ വരണ്ട എന്നിങ്ങനെ പറയാട്ടോ. അപ്പോൾ ഉടനെ വീണ്ടും ആനന്ദ് അങ്ങോട്ട് വരുന്നുണ്ട്. ആനന്ദ് പറ, അച്ഛാ ഞാൻ വീണ്ടും പറയുന്നു, എനിക്കിത് വേണ്ട. എടാ നീ ഒന്നും മിണ്ടാതിരുന്നേ, ഞാനായിട്ട് മുൻകൈ എടുത്ത് നല്ല രീതിയിൽ നടത്തുന്ന ഒരു കല്യാണമാണ്, ഇനി നീ വാ തുറന്നു പോകരുത്. അങ്ങനെ മീനാക്ഷി വന്ന് പറഞ്ഞ, ആനന്ദേട്ടാ സമാധാനപ്പെടും, നമ്മൾ പെണ്ണിനെ ഒന്നും കണ്ടില്ലല്ലോ, കാണട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് തീരുമാനിക്കാം, വാ ഇപ്പം എന്നും പറഞ്ഞ് അവരങ്ങനെ പോവാൻ വേണ്ടി ഇറങ്ങാട്ടോ. അങ്ങനെ പോവാൻ ഇറങ്ങുന്ന സമയത്ത് ഇവിടെ ആര്യനെയും മിത്രയും കാണിക്കുകയാണ്. മിത്രേൻ്റെ കൈ പിടിച്ച് പതിയെ ആര്യൻ നടത്തിക്കുന്നുണ്ട്. കാരണം ആര്യന് ഇനി ലീവ് എടുത്തിരിക്കാൻ പറ്റില്ല, ജോലിക്ക് പോകണം. അങ്ങനെ മിത്രയ്ക്ക് പതിയെ നടക്കാൻ പറ്റുന്നുണ്ട് കേട്ടോ. അങ്ങനെ മിത്രയ്ക്ക് അത് ഹാപ്പി ആവുകയാണ്. എന്നാലും മിത്ര പറയാ, ചെറിയ സങ്കടമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ കുറച്ചുകൂടെയൊക്കെ ഇങ്ങനെ വയ്യാതിരുന്നെങ്കിൽ എന്നെ താങ്ങിയെടുക്കുകയും കൂടെ ഇരിക്കുകയും ഒക്കെ ചെയ്യുമായിരുന്നല്ലോ. അയ്യടാ നീ അങ്ങനെ ഇപ്പോൾ സൂഹിക്കണ്ട, ഇനി ഇതുപോലെ വല്ലതും വരുത്തി വെച്ചാലേ ആശുപത്രിയിലൊന്നും ഞാൻ കൊണ്ടുപോകാൻ താങ്ങയില്ല, തന്നെ എല്ലാം ചെയ്തോളണം എന്നും പറഞ്ഞ് വരട്ട. അപ്പോഴാണ് മിത്ര പറയണേ, ഇന്ന് പെണ്ണുകാണൽ ചടങ്ങിൽ പോവേണ്ട ദിവസമാണ്, നമ്മളൊന്നും പോയില്ലല്ലോ. അവർ അച്ഛൻ വന്ന് വിളിക്കാത്തതിലും പോവാത്തതിലും ആര്യന് നല്ല വിഷമമുണ്ടല്ലേ? എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമവും ഇല്ല. ആര്യൻ പറഞ്ഞാലും ഇല്ലെങ്കിൽ എനിക്കറിയാം ആര്യന് നല്ല വിഷമമുണ്ട്. ആര്യൻ്റെ ഹൃദയവും മനസ്സും ഒക്കെ ലോലമാണ്, അതെനിക്ക് നന്നായിട്ട് അറിയാം. അങ്ങനെ ഇത്രയും നല്ല വിരട്ട് കൊടുത്തിട്ട് ആര്യൻ ജോലിക്ക് പോവാം. എന്നിട്ട് പറയാനുണ്ട്, അതേ ഇന്ന് ലീവ് എടുത്ത് നീ ഇവിടെ വീട്ടിലിരുന്ന് പഠിച്ചോണം, കോളേജിലൊന്നും പോകുന്നില്ലല്ലോ. പിന്നെ വേറൊരു കാര്യം, കഥകളെല്ലാം കുറ്റിയിട്ടോണം, ആര് വന്ന് തട്ടിയാലും തുറക്കരുത്, ഞാൻ വന്നാലല്ലാതെ എല്ലാം പറഞ്ഞ് ഏൽപ്പിച്ചിട്ടാണ് ആര്യൻ അവിടെ നിന്ന് പോകുന്നത് കേട്ടോ. അങ്ങനെ എല്ലാവരും അമ്പലത്തിൽ വന്ന് റെഡിയായി നിൽക്കുകയാണ് പെണ്ണ് കാണാൻ വേണ്ടിയിട്ട്. സമയം കഴിഞ്ഞതിന് ശേഷം അവരെ കാണാത്ത കാരണം ഗോമതി ടെൻഷനാവാണ്. ഇതുവരെയായിട്ടും വന്നില്ലല്ലോ ബാലേട്ട, ഒന്ന് ഫോണിൽ വിളിക്കുന്നവർ. അങ്ങനെ ഉദയഭാനുവിനെ ഫോണിൽ വിളിക്കാനാണ്. ഫോൺ എടുക്കുമ്പോൾ ദേ വരുന്നു, കാറ് തുറന്ന് നല്ല സുന്ദരിയായ ഒരു പെണ്ണ് കാറിൽ നിന്ന് ഇറങ്ങി വരിക കേട്ടോ. അങ്ങനെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ട് ഒന്ന് കാണുമ്പോൾ തന്നെ. അപ്പോൾ ഉടനെ വേണം നമ്മുടെ ധർമ്മപുരയുടെ ആനന്ദ്, ഇനി നോക്ക് പെണ്ണിനെ നോക്കിടാന്ന്. അങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ആനന്ദ്. കാണുമ്പോൾ തന്നെ ആനന്ദ് നല്ല ഇഷ്ടമാവുന്നുണ്ട്. ഇതാണ് ഇന്നത്തെ എപ്പിസോഡ്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരെ. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.